ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. നിരവധി ആനുകൂല്യങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി തരിക. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. ഈ പദ്ധതി വഴി 1 കോടി വീടുകൾ നിർമ്മിക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി. ഇതിനായി 10 ലക്ഷം കോടി രൂപ നീക്കിവെക്കുമെന്നും പ്രഖ്യാപിച്ചു. വീടുകളുടെ മേൽക്കൂനയിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്ന PM സൂര്യഘർ പദ്ധതി വഴി പ്രതിമാസം 300 യൂണിറ്റ് കറണ്ട് സൗജന്യമായി ലഭിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറുകിട വ്യവസായങ്ങളെയും കൈത്തൊഴിലുകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ആരംഭിക്കുന്ന പദ്ധതിയാണ് PM മുദ്ര യോജന. ഈ പദ്ധതിയിലൂടെ 10 ലക്ഷം രൂപ വരെ വായ്പ നൽകുന്നുണ്ട്. ഈടില്ലാതെ വായ്പകൾ ലഭിക്കുന്ന ഈ പദ്ധതിയുടെ വായ്പാ പരിധി 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി ഉയർത്തി ബഡ്ജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചെറുകിട വ്യവസായികൾക്കും കൈത്തൊഴിലുകൾ ചെയ്യുന്നവർക്കും ഇത് വളരെ ആശ്വാസകരമായിരിക്കും. പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാ ജീവനക്കാർക്കും സർക്കാർ 1 മാസത്തെ ശമ്പളം നൽകുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ തുക പ്രൊവിഡന്റ് ഫണ്ട് വിഹിതമായാണ് ജീവനക്കാരുടെ കൈകളിൽ എത്തുക. എല്ലാ മേഖലകളിലെയും തൊഴിൽ ശക്തിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടിയാണ് ഈ പദ്ധതിയെന്നും 210 ലക്ഷം യുവാക്കൾക്ക് ഇത് പ്രയോജനം ചെയ്യുമെന്നും ധനമന്ത്രി പറഞ്ഞു. കൂടാതെ ക്യാൻസർ മരുന്നുകളുടെ കസ്റ്റം ഡ്യൂട്ടി ഒഴിവാക്കുവാനും ബജറ്റിൽ നിർദ്ദേശമുണ്ട്. എക്സ്റേ ട്യൂബുകൾ തിരുവ കുറയ്ക്കുമെന്നും മൊബൈൽ ഫോണുകൾക്കും ചാർജുകൾക്കും വില കുറയ്ക്കുമെന്നും ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇവയുടെ കസ്റ്റംസ് തിരുവ 15% കുറയ്ക്കാനാണ് ബഡ്ജറ്റ് നിർദ്ദേശം. ഇതോടൊപ്പം സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റം തിരുവ 6% കുറയ്ക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. കൂടാതെ ആദായ നികുതി സമ്പ്രദായത്തിലും മാറ്റം വരുത്തിയിരിക്കുകയാണ്. 3 ലക്ഷം വരെ ഇനി നികുതിയില്ല. 3-4 ലക്ഷം വരെ 5%, 7-10 ലക്ഷം വരെ 10%, 10-12 ലക്ഷം വരെ 15%, 12-15 ലക്ഷം വരെ 2%, 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ 30%മാണ് നികുതി ഈടാക്കുക. വളരെ പ്രയോജനകരമായ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.